പിന്നെ ഇതിന് കാര്യമായ വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇടയ്ക്കൊക്കെ ചാണകം പുളിപ്പിച്ച് നല്ലപോലെ നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ചെടിക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഫിഷ്, മീറ്റ് ഇതൊക്കെ കഴുകുമ്പോൾ കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള വലുപ്പത്തിലുള്ള പൂക്കൾ വിരിയുന്നതായിരിക്കും. അതുപോലെ ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ ഫെർട്ടിലൈസർ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ കീടനിയന്ത്രണത്തിന് വേണ്ടി വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാൾസം ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.